നല്ല ഭംഗിയുള്ള ക്രിസ്പി ആയിട്ടുള്ള വടയാണ് നമുക്ക് കിട്ടിയേക്കണേ. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ശബ്ദം കേട്ടോ? ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയോ? നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല സ്വാദാവും. ഇന്ന് നമ്മൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കുതിർത്തെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പം ഞാൻ ഇന്നലെ തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ 8 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണിത്. ആ ഉഴുന്ന് കുറച്ച് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ടത് പുളിക്കാൻ വെക്കണം. അപ്പോൾ അത് അരച്ചെടുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഉഴുന്ന് വടക്കുള്ള മാവ് ശരിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് ഉഴുന്ന് 8 മണിക്കൂർ കുതിർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. അതിലേക്ക് ഈ ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ നിറച്ച് അരിപ്പൊടിയും ചേർത്തു. പുട്ടിന് ചേർക്കണ പൊടി തന്നെയാണ്, വേറെ അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ. ഉപ്പും ചേർത്ത് നമ്മൾ അരച്ചു. അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം വളരെ കുറച്ച് ചേർക്കാൻ നോക്കുക. തളിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ പറ്റും. കുറേശ്ശെയായിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അരച്ചെടുത്ത മാവ് 8 മണിക്കൂർ നമ്മൾ പുളിക്കാൻ വെക്കുകയാണ്. ഇപ്പോൾ വർഷക്കാലല്ലേ, തണുപ്പല്ലേ, അപ്പോൾ അതുകൊണ്ട് 8 മണിക്കൂർ തന്നെ നമുക്ക് പുളിക്കാൻ വെക്കാം. ഉഴുന്ന് വടക്കുള്ള മാവ് 8 മണിക്കൂർ പുളിച്ച് പൊങ്ങി ശരിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു ചെറിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ കറിവേപ്പില 2-3 തണ്ട് അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതാക്കി അരിഞ്ഞു. ഒരു 6 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, ചൂനിയ മുളകാണ്, അത് കാരണം ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. 20 കുരുമുളക്, പൊടിച്ചതല്ല, ഒന്ന് ചതച്ചത്. എല്ലാം കൂട്ടി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നോക്കുക കേട്ടോ. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ എല്ലാ ചേരുവകളും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായി, നമുക്കിനി വട ഓരോന്നായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ പോണേലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൈ രണ്ടും നല്ലോണം വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ഈ കയ്യിൽ ആവശ്യത്തിനുള്ള മാവ് എടുക്കുക. ഇതാ, എന്നിട്ട് അതിനെ വെള്ളം നനച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ ബോളാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിനെ ഇതാ ഇങ്ങനെ ബോളാക്കുക. എന്നിട്ട് ഈ കൈ നല്ലോണം നനച്ച് ഇതാ ഇതിലേക്ക് ഇടുക. എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്യുക. ഒരു ഹോള് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് ഉഴുന്നുവടയാവുള്ളൂ. എന്നിട്ട് വെളിച്ചെണ്ണ എടുക്കുക. ഇപ്പോൾ കിടക്കണത് ഫുൾ ഫ്ലെയിമിലാണ്. നമുക്കൊരു ഭാഗം ഒന്ന് പതുക്കെ മൂത്ത് വരുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിടാം. മറ്റേ ഭാഗം ഇങ്ങനെ ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം താത്തിയിടാം കേട്ടോ. വട മൂത്ത് വാങ്ങിയെടുക്കാനുള്ള പരിവായി. നമുക്കതിനെ കോരി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഉഴുന്നുവട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഈ അളവിന് ഉണ്ടാക്കിയപ്പോൾ 17 വടയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചിലർക്കൊക്കെ ഉഴുന്നുവട മസാല ദോശയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അല്ലേ. അപ്പം നമ്മൾ കലവറ മസാല ദോശയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞങ്ങളെ വിവരമൊക്കെ കലവറയിലൂടെ അറിയിക്കുക.